ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ക്രിസ്മസ് കിറ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയ കിറ്റുണ്ടോ ചോദിച്ചിട്ട് ചെറിയ കിറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ മെറ്റീരിയൽസിന് ഒരു കുറവില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ മെറ്റീരിയൽസ് ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എമൗണ്ട് ഇതിനകത്ത് കുറച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതാ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ബീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇത്രയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോളനാണെങ്കിലും അതുപോലെ തന്നെ പോളൻ, പിന്നെ ഫോം ഫ്ലവർ, ഗ്ലിറ്റർ ഷീറ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ. ഇതിനകത്ത് വൈറ്റ് ആണ്. വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ റെഡ് അങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഫോം ഫ്ലവർ ആണെങ്കിലും പോളനാണെങ്കിലും രണ്ടിലേതെങ്കിലും ഒരു കളറായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് ഒരു പീസാണ് വരുന്നത്. പിന്നെ വരുന്നത് ഫോം ഫ്ലവറാണ്, പിന്നെ ഒരു പോളൻ, പിന്നെ അതായത് നമുക്ക് ക്രിസ്മസിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരാളാണ് കേട്ടോ ഇത് 2 പീസ് ഉണ്ടാകും. പിന്നെ നമുക്ക് വൈറ്റ് ഫ്ലവറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതേപോലുള്ള ഫ്ലവറാണ് വൈറ്റ്. അതൊരു 6 പീസാണ് കേട്ടോ വരുന്നത്. 6 പീസ് വൈറ്റ് ഫ്ലവർ. ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള സ്റ്റാറാണ്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റൊക്കെ ചെയ്തിട്ട് ചാംസ് ആയിട്ടൊക്കെ ഇതുപോലെ ഹാങ് ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലത്തെ ഒരു 4 പീസാണ് കേട്ടോ വരുന്നത്. ബ്രേസ്ലെറ്റ് മാത്രമല്ല, അല്ലാതെ ചെറിയ ചെയിനൊക്കെ ചെയ്യുവാണെങ്കിലും ചില മാലയ്ക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ ലോക്കറ്റ് പോലെയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് ഇതേപോലുള്ള സ്റ്റോണാണ്. ഇതുപോലത്തുള്ള സ്റ്റോണ്. ഇത് നമുക്ക് ഇതുപോലുള്ള ഫ്ലവറിനകത്തൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഹെയർ ബോയിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതേപോലത്തെ 2 ചാംസാണ്. ചാംസിൽ വേറെ 2-3 മോഡൽ കൂടി ഉണ്ട്, മാറ്റം ഉണ്ടാകും. ഏതെങ്കിലും 2 പീസായിരിക്കും കേട്ടോ ഉണ്ടാകുന്ന ചാംസ്. പിന്നെ വരുന്നതാ ഇതേപോലുള്ള നമ്മുടെ ബീഡ്സ് ആണ്. റെഡും വൈറ്റും ഉണ്ടാകും ഓരോ പാക്കറ്റ്. പിന്നെ ഇതേപോലുള്ള നമുക്ക് 1/2 ഇഞ്ചിൻ്റെ 2 റിബൺസ് ആണ് കേട്ടോ. 1/2 ഇഞ്ച് വീതമാണ് വരുന്നത്. 2 കളറും ഉണ്ടാകും. പിന്നെ ബോയിൽ വരുന്നത് സാറ്റിൻ കവർ ചെയ്തത് റെഡായിരുന്നു. റെഡ് 2 പീസ്. അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ 2 പീസ്. നമ്മുടെ കമ്പി ബോ 2 പീസ്. അങ്ങനെ 3 ടൈപ്പിലുള്ള ബോയും 2 പീസ് വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇതേപോലത്തെ നമ്മുടെ റിബൺ. ഇത് 1/2 മീറ്ററാണ് കേട്ടോ വരുന്നത്. ഒരു കളർ 1/2 മീറ്റർ വെച്ചുണ്ടാകും. 2 കളറും ഉണ്ടാകും കേട്ടോ. 1/2 മീറ്റർ വെച്ചിട്ട് 2 കളറും ഉണ്ടാകും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. കണ്ടോ? ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ കിറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മോഡൽസ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതേപോലെ ഹെയർ ബോയിൽ ഇങ്ങനെ വെച്ചൊട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ 2-3 പീസൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലുള്ള ഇത് വേണമെങ്കിൽ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ? ഇതേപോലുള്ള ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഫ്ലവർ ഇതിൽ മാത്രമല്ല, അലിഗേറ്ററിലാണെങ്കിലും ഇതുപോലുള്ള ഫ്ലവറുകൾ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതുപോലുള്ള സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. സ്റ്റോൺ തന്നെ വേണമെന്നില്ല, വൈറ്റ് ബീഡോ അങ്ങനെ എന്താണെങ്കിലും നമുക്കിതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ബോ ചെയ്തെടുക്കാം. കണ്ടോ? ഇതിന് നമുക്ക് ബ്ലാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് തീർന്നതായിട്ടാണ്. ഇതേപോലെ ചെറിയൊരു ബോ ഉണ്ടാക്കാം. ബോ ഉണ്ടാക്കിയിട്ട് നടുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫ്ലവർ വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുക്കായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മൾ സെൻറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് സൂചി വെച്ച് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് നൂല് കൊച്ച് നല്ലപോലെ ടൈറ്റിൽ കെട്ടി കൊടുക്കണം. എന്നിട്ട് വേണം ഇതിനകത്തേക്ക് വെക്കാനായിട്ട്. നൂല് വെച്ച് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ചുറ്റിയതിന് ശേഷം ഈ ബോയിലും കൂടി ചേർത്ത് ചുറ്റണം. എന്നാലേ കുറച്ചും കൂടി ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ഗ്ലൂവും കൂടി തേച്ചിട്ട് ഒട്ടിക്കുവാണെങ്കിൽ ഒന്നും കൂടി നല്ല ഉറപ്പിലിരുന്നോളും. എന്നിട്ട് നടുക്ക് ഈ എഴുതും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഉണ്ടോ? ഇതും നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. ചുറ്റിയല്ല, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതേപോലുള്ളത് ഇത് നിങ്ങൾക്കിതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഉണ്ടോ? ഇതുപോലെ കറക്റ്റ് വീതിയാണ് ഇതിന് വരുന്നത്. ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ഇതുപോലെ, ഇതിപ്പോൾ വൈറ്റ് റെഡാണ് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ച പോലത്തെ ബോ വൈറ്റ് സിൽവർ വെച്ച് ചെയ്യാം. സിൽവർ വെച്ച് ചെയ്തിട്ട് നടുക്ക് ഒരു സൈഡിലായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ചെറിയ മോഡൽസ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. അതാ പിന്നെ ഫോം ഫ്ലവർ ഉണ്ട്, അത് വെച്ച് ചെയ്യാം. ഒരുപാട് ഡിസൈൻസിന് അത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മെറ്റീരിയൽസിനകത്തുണ്ട്. പോളനാണെങ്കിലും ഫോം ഫ്ലവർ, ബഞ്ച് ഫ്ലവർ, ചെറിയ ഫ്ലവർ, സ്റ്റോണ്, പിന്നെ അതായത് ഈ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇതാണെങ്കിൽ നമുക്കിതുപോലെ ഇതിങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ മുകളിലാണെങ്കിലും ഒരു പപ്പാനിയുടെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് നോക്കാം. ഒരു പപ്പാനയുടെ ഒരു ഫേസ് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ? ഇതേപോലെ ബോയ് ഉണ്ടാക്കിയിട്ട് ഇതാണേലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെന്താ ചാംസ്, എന്ത് വേണേലും നമുക്കിതുപോലെ ബോയിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇത് ചെറുതായത് കൊണ്ട് അത്ര അങ്ങോട്ട് എടുത്തറിയത്തില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതേപോലെ ഇരിക്കും. ഓക്കെ. പിന്നെ ഇതൊക്കെ വെച്ച് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവറൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ഫ്ലവറൊക്കെ ചെയ്തിട്ട് ഇതൊക്കെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയണ്ടേ? ഇത് നമുക്ക് റേറ്റ് വരുന്നത് 169 രൂപയാണ് കേട്ടോ. ഇത്രയും മെറ്റീരിയൽസിന് 169. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഇത്രയും മെറ്റീരിയൽസിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇനി കിട്ടണ്ടേ? അപ്പോൾ ഇനി ടൈമില്ല, വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.